പത്രോസ് 1:18. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, മോശമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ അടിസ്ഥാനം തന്ന്, വിലയേറിയ രക്തം തന്ന്, വിലയേറിയ വിശ്വാസം തന്ന്, വിലയേറിയ വാഗ്ദത്തം തന്ന് നിന്നെ വിളിക്കാൻ നിനക്ക് എന്തോ വിലയാവുള്ളേ? ആ വില കേട്ടാ ഇന്ന് നീ ആരാധിച്ചേ പോവിടുന്നു. ഗ്ലോറി. ഹമി, ഇന്ന് ഒരു കാര്യം പറയാം, AC ഹോളിലെ മരച്ചുവടാന്നേലും ആരാധിക്കും. കാരണം അത്ര വലിയ വിലയാ അവൻ നമുക്ക് വേണ്ടി തന്നത്. ജീവനുണ്ടെ ആരാധിക്കും, അത്ര വലിയ വിലയാ തന്നെ. ഈ പൗലോസ് മിലേത്തോസിൽ ഇരിക്കുമ്പോൾ എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി വെച്ച് പറഞ്ഞു, പൗലോസ് അവരോട് പറയുക, ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. സ്തോത്രം. 20-ാം അധ്യായമാണെന്ന് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. ജീസസ്. ഹല്ലേലൂയ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് മിലേത്തോസിൽ വരുത്തി വെച്ച് പൗലോസ് പറയുകയാണ്, സ്തോത്രം, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ. ദൈവത്തിന്റെ സഭയുടെ വില ആരാ കൊടുത്തേ? അനിപ്പാഷ് കൊടുത്തില്ല, ജോഷിപാഷ് കൊടുത്ത. ആരാ ഞാൻ കൊടുത്തെന്ന്? ഞങ്ങളാരും കൊടുത്തില്ലത്. ഇതിന്റെ പിമ്പിലെ മുതല് ഒരാടയാ, അത് വിലയേറിയ രക്തമാ. അതുകൊണ്ടാ ബൈബിൾ എടുക്കുന്നത്, നിന്നെ തൊട്ടാൻ നീ പേടിക്കണ്ട, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടിരിക്കുക. ഒരമ്മ വരുന്നത്. കാരണം സഭ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ സ്വപ്നമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അമ്മി നമ്മെ അവിടെ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു കേൾക്കാമോ? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ. സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന. മനസ്സിലായില്ലയോ? നീ 30 ദിവസം ജോലി ചെയ്യുന്ന എന്തിനാ? സമ്പാദിക്കാൻ ആണോ? യേശുവിന്റെ സമ്പാദ്യമാ സഭ. പഴയ നിയമത്തിൽ എഴുതി, ഇവർ എന്റെ സമ്പത്താണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുക. അപ്പം ദൈവം രക്തം കൊടുത്ത്, അപ്പൊ ചോദിക്കുക, വിലയേറിയ വാഗ്ദത്തം തന്ന്, വിലയേറിയ വിശ്വാസം തന്ന്, വിലയേറിയ അടിസ്ഥാന കല്ലാക്കി, വിലയേറിയ രക്തം തന്ന് നിന്നെ വീണ്ടെടുക്കാൻ നിനക്ക് എന്തോ വിലയാവുള്ളേ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ഈ ദൂതിലോട്ട് വരുമ്പം എനിക്കൊരു വലിയ കാര്യം ബോധ്യപ്പെടുക. ഹല്ലേലൂയ. ഒരു വിലയില്ലാത്ത നിനക്ക് വല്ല വിലയും തന്നെങ്കിൽ അത് വിലയേറിയവൻ തന്ന വിലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അല്പസമയം ഒന്ന് ലൈഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എത്ര കോളിളക്കങ്ങൾ വന്നു. ഞാൻ ഒരിക്കല് ഈ നമ്മുടെ എറണാകുളത്ത് ഒരു കടപ്പുറത്ത് പോയിരിക്കേണ്ട സാഹചര്യം വന്നു. കോട്ടയത്ത് KPS മനോഹോളി വന്ന ഒരു മനുഷ്യന് ആ ബീച്ചിൻ്റെ കരയിൽ ഒരു വീടുണ്ട്. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആ വീട് നടന്ന് കണ്ടു. നടന്ന് കാണാനുണ്ട്. 46,000 സ്ക്വയർ ഫീറ്റ് ആ വീട്. നടന്ന് കാണാം. 4 നിലയിലായിട്ട് നിൽക്കുക. ഒന്ന് പെയിന്റ് അടിക്കണേ 1 കോടി രൂപ വേണം. ഇത്ര വലിയ വീടാ. അപ്പൊ വീടൊക്കെ കണ്ടിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിടപ്പം പുള്ളി പറഞ്ഞു, വേണ്ട അത് ആ ബീച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നടന്ന് ആ ബീച്ച് വരെ പോയി. അപ്പൊ ബീച്ചിന്റെ ഒരു പൊക്കത്ത് കയറി നിൽക്കുമ്പോഴേ ഈ വലിയ കണ്ടെയ്നറിൽ നമ്മുടെ ഒരു വീട് വെക്കാനുള്ള പാറയെ കൊണ്ട് ഇറക്കിയേക്കുക ഈ കടലിന്റെ കരയിൽ. അതിലിങ്ങനെ പായലെല്ലാം കയറി ഞണ്ടുമൊക്കെ നടക്കുക. അപ്പൊ ഞാനവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഓടി വന്നേ. എന്ത് തിരയിളകി വന്ന പാറ പറയുക, ഇവിടം വരെ വരും, എനിക്കിട്ട് 2 അടി തരും, തിരിച്ചു പോകും. അവൻ തിരിച്ചു പോയതല്ലാതെ ഞാൻ ഇന്ന് വരെ ഇരുന്നിടത്തും ഇളകിയിട്ടില്ല.
വന്നവനെല്ലാം, അല്ലാതെ ഞാൻ കടലിൽ ഞണ്ട് കാണാൻ പോയല്ല, ഞാൻ ഞണ്ടിനെ കാണാൻ പോയല്ലെന്ന്. ഒന്ന് ഓർത്തു വയ്ക്ക. നിനക്ക് മാറി മാറി എന്തുമാത്രം തിര ആഭിചാരത്തിന്റെ ഷേപ്പിൽ, അപവാദത്തിന്റെ ഷേപ്പിൽ, വെല്ലുവിളിയുടെ ഷേപ്പിൽ നിനക്ക് നേരെ അടിച്ചിട്ടും നീ അവിടെ തന്നെ ഉണ്ട്. നീ അവിടെ തന്നെ, നീ കോട്ടയത്ത് തന്നെ ഉണ്ട്, നീ ഭാഗത്താനത്ത് തന്നെ ഉണ്ട്. അതിന്റെ കാരണം ഇത് ശോധന ചെയ്ത വിലയേറിയ മൂലക്കല്ല. ഇതിട്ടാ നിന്നെ പണിയുന്നേ. ഇനി ചോദ്യം, നീ ജീവനുള്ള കല്ലായവന്റെ അടുക്കൽ വന്നിട്ട് നീയും ജീവൻ പ്രാപിക്കണമെന്ന് പറയാൻ കാര്യം എന്താ? അത് ആ ഭാഗം വായിച്ചാൽ പഠിക്കാം. ഒന്ന് വായിച്ചേ, പത്രോസിന്റെ 1-ാം ലേഖനം. ജീസസ്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക, അതിന് മുകളിൽ തൊട്ടത് വായിക്കണം. മനുഷ്യർ തള്ളിയതെങ്കിലും അവിടെ കേട്ടോ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നമ്മളും ജീവനുള്ള കല്ലാകണം. ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക യോഗത്തിലിരുന്ന് സ്തോത്രം കഴിക്കാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു.